നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. അനധികൃതമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഓട്ടോ ഡ്രൈവറെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളിയിലും കൊടുങ്ങല്ലൂർ തീരമേഖലയിലും കടൽക്ഷോഭം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ ജൂലൈ 31 അർദ്ധരാത്രി വരെ കടലിൽ ഇറക്കരുതെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. തീരപ്രദേശത്തുള്ള ഡീസൽ ബങ്കുകളിൽ നിന്ന് ഈ കാലയളവിൽ ബോട്ടുകൾക്ക് ഡീസൽ നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങളിലെ മൺസൂൺ ട്രോളിംഗ് നിരോധനം 47 ദിവസമാണ് നീണ്ടു നിൽക്കുക. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ തീരം വിട്ടിരുന്നു. 10 കുതിരശക്തി മുതൽ ശേഷിയുള്ള എഞ്ചിനുകൾ ഘടിപ്പിച്ച ബോട്ടുകൾക്ക് നിരോധനം ബാധകമാവുകയുള്ളൂ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ ചെറുവള്ളങ്ങളിൽ കടലിൽ പോകാം. ട്രോളിംഗ് നിരോധനം ഫലപ്രദമാക്കാൻ കടലിൽ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ബോട്ടുകൾ കടലിലേക്ക് പോകാതിരിക്കാൻ തീരദേശ മേഖലയിൽ പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട്. അനധികൃതമായ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഓട്ടോ ഡ്രൈവറെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അഡീഷണൽ SI EV ബാബുവും സംഘവും അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ വീടിനോട് ചേർന്നുള്ള കടയിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. ASI സജീവൻ, CPO മാധവൻ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളിയിലും കൊടുങ്ങല്ലൂർ തീരമേഖലയിലും കടൽക്ഷോഭം തുടരുന്നു. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടൽക്ഷോഭം തുടരുകയാണ്. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് ലൈറ്റ് ഹൌസ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായി. ഇവിടെ നിരവധി വീടുകൾ കടൽക്ഷോഭ ഭീഷണി നേരിടുന്നുണ്ട്. കടൽഭിത്തി കടന്നെത്തുന്ന തിരമാലകൾ വീടുകളുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്ന അവസ്ഥയാണ് ഇവിടെ. പൊതുവെ കടലാക്രമണം കുറഞ്ഞ പ്രദേശമായ ലൈറ്റ് ഹൌസ് പരിസരത്ത് ഇക്കുറി കടൽക്ഷോഭം ശക്തമാകുമെന്നാണ് സൂചന. എറിയാട് പഞ്ചായത്തിലെ പുതിയ റോഡ്, അറപ്പ, എടവിലങ്ങിലെ കാര, വാക്കടപ്പുറം, മതിലകം, ഭജനമഠം, ശ്രീനാരായണപുരം, ലോറിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. വാടാനപ്പള്ളി ബീച്ച് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി. വാടാനപ്പള്ളി ബീച്ച്, സൈനുദ്ദീൻ നഗർ, പൊക്കാഞ്ചേരി എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. കടൽജലം 150 മീറ്റർ ദൂരത്തോളം കരയിലേക്ക് കയറിയിരിക്കുകയാണ്. കടൽഭിത്തി തകർത്തുകൊണ്ട് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും സീവാൾ റോഡും തകർന്നിട്ടുണ്ട്. പൊക്കാഞ്ചേരി തെക്ക് ഭാഗത്ത് വൈദ്യുതി പോസ്റ്റുകൾ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലാണ്. ചുള്ളിയിൽ രഘുനാഥ്, പണിക്കശ്ശേരി പ്രേമ, കുര്യക്കോട്ട് അനിൽകുമാർ, നെടിയമ്പത്ത് ആനന്ദൻ എന്നിവരുടെ വീടുകളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏങ്ങണ്ടിയൂരിൽ PK കുഞ്ഞച്ചൻ ചരമവാർഷികം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. അത്തരം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് ഒരു നിയമവും ഉണ്ടായില്ല, ഒരു പരിരക്ഷയും ഉണ്ടായില്ല, ഒരു നിയമവുമില്ല, നിയമത്തിന് പരിരക്ഷയുമില്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ 60 ആണ്ട് പിന്നിടുമ്പോഴും അടിമതുല്യമായ ജീവിതം ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ നയിക്കുകയാണ്. ആ കർഷക തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് സഖാവ് PK കുഞ്ഞച്ചൻ തയ്യാറായത്. ശശിയെന്ന് സൂചിപ്പിച്ചതുപോലെ 1981 അഖിലേന്ത്യാ കർഷക തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നത്. അഖിലേന്ത്യാ കർഷക തൊഴിലാളി സംഘടന 1981 രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്താകെ കർഷക തൊഴിലാളികളുടെ ഒരു പൊരുത ശബ്ദമായി, ഒരു പൊരുത പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് മാറി. MC ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KB സുരേഷ്, KC വേലായുധൻ, PC രാജീവ്, MK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
KSKTU കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി. എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് നടുനിവർന്ന് തന്റെ അവകാശങ്ങൾ ചോദിക്കാൻ പ്രാപ്തരാക്കിയ ഒരു സമുദ്രനായിട്ടുള്ള നേതാവായിരുന്നു സഖാവ് CPIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, തികഞ്ഞ പാർലമെന്റേറിയൻ, കർഷക തൊഴിലാളി യൂണിയന്റെ ആജീവനാന്ത സെക്രട്ടറി എന്ന നിലയ്ക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള സഖാവായിരുന്നു കുഞ്ഞച്ചൻ. ആ സഖാവിന്റെ അനുസ്മരണം ഇത്തരത്തിൽ വളരെ കുറഞ്ഞു കാണേണ്ടതാണ്. സഖാവിന്റെ പ്രവർത്തനത്തിൽ ഒട്ടേറെ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. ആദ്യകാലത്ത് തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തൊഴിലാളി എന്ന രീതിയിൽ ഒരു ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ സമര പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി മൃതപ്രായനായി മോർച്ചറിയിൽ കിടന്നിട്ടുണ്ട് സഖാവ്. PS ലോഹിതാക്ഷൻ, CT ജോൺ, MS നാരായണൻ, ബിന്ദു സന്തോഷ്, ജമീല അബൂബക്കർ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച SN പുരം കിഴക്കൻ മേഖലയുടെയും വിവേകാനന്ദ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുസ്തക വിതരണം നടത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ നിങ്ങൾ പഠിച്ച് 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 വലിയ ആളുകളായി മാറണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ക്ലബ്ബ് നീണ്ട വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും ഒന്നാമതായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാക്ക്, പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അടിസ്ഥാന വർഗക്കാരുടെ മക്കളിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കേരളത്തിലെ പോലെയല്ല, നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വേണ്ട രീതിയിൽ വിദ്യ അഭ്യസിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള പെൺകുട്ടികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ ഭാവി രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി അധികാരത്തിലേറിയിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം പറഞ്ഞു, ബേട്ടി പഠാവോ ബേട്ടി ബചാവോ എന്നത്. പെൺകുട്ടികളെ വളരെ കൂടുതൽ പഠിപ്പിക്കുകയും അവരെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കുകയും അവരുടെ രക്ഷാ കവചമായിട്ട് വർത്തിക്കുകയും ചെയ്യും. AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. അജേഷ് കക്കറ, KP ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, ഷിജു വാഴപ്പുള്ളി, സന്തോഷ് മംഗലത്ത്, സുനിൽ പടിയത്ത്, PS സ്വരൂപ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.